മാരുതി അടക്കി വാണിരുന്ന ഇന്ത്യൻ വാഹന വിപണിയിലോട്ട് 1998 സെപ്റ്റംബറിലാണ് സാൻഡ്രോ സിപ്പ് എന്ന് പറയുന്ന ഒരു മോഡലുമായിട്ട് കൊറിയൻ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ഹ്യൂണ്ടായി രംഗപ്രവേശനം ചെയ്യുന്നത്. മാരുതിയുടെ മാത്രം കാറുകൾ കണ്ട് ശീലിച്ച വാഹനപ്രേമികൾക്ക് സാൻഡ്രോ എപ്പോഴും ഒരു പുതുമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാഹനപ്രേമികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2003 ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. അപ്പോഴാണ് സാൻഡ്രോ സിംഗ് എന്ന് പറയുന്ന ഒരു മോഡൽ ഹ്യൂണ്ടായി ഇറക്കുന്നത്. അതും വലിയൊരു സക്സസ് ആയിട്ട് മാറി. സാൻഡ്രോ സിംഗ് ആണ് തീർച്ചയായിട്ടും ഹ്യൂണ്ടായിക്ക് ഇന്ത്യയിൽ ഒരു വലിയൊരു സ്ഥാനം നേടിക്കൊടുത്തത്. മാരുതിക്ക് പിന്നാലെ വാഹന വിപണിയിലെ 2ാം നമ്പർ എന്ന് പറയുന്ന പൊസിഷനോട്ട് ഹ്യൂണ്ടായി വന്നത് ഈ സാൻഡ്രോ സിംഗ് എന്ന് പറയുന്ന മോഡലിന് ശേഷമാണ്. അതിനുശേഷം ഹ്യൂണ്ടായി ഇറക്കിയ എല്ലാ മോഡലുകളും വൻ വിജയമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. i10 ആയാലും i20 ആയാലും ക്രെറ്റ ആയാലും വെർണ ആയാലും അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇറക്കിയിരിക്കുന്ന ഹ്യൂണ്ടായി വെന്യൂ വരെ എത്തി നിൽക്കുന്നു ഹ്യൂണ്ടായിയുടെ ഇന്ത്യയിലെ വിജയഗാഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും തുടക്കമിട്ട സാൻഡ്രോ എന്ന് പറയുന്ന മോഡലിൻ്റെ ബേസ് വേരിയൻ്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മറ്റു മാനുഫാക്ചേഴ്സൊക്കെ ഇന്ത്യയിലോട്ട് വരാനൊരു കോൺഫിഡൻസ് നൽകിയത് തീർച്ചയായിട്ടും ഹ്യൂണ്ടായി സാൻഡ്രോയിലൂടെ നേടിയൊരു വിജയമാണ്. ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടൊരു വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് സാൻഡ്രോയെ വിശേഷിപ്പിക്കാം. നമുക്ക് ഈ ബേസ് മോഡലിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 2018 ഇറക്കിയ സാൻഡ്രോ ബേസ് മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇത് മെയിനായിട്ട് 4 വേരിയൻറ്റിലാണ് വരുന്നത്. എറ, മാഗ്ന, സ്പോർട്സ്, ആസ്റ്റ എന്ന് പറയുന്ന 4 വേരിയൻറ്റ്. മെയിനായിട്ട് 7 കളർ ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കൊച്ചിയിൽ വരണത് 5.1 ലക്ഷം തൊട്ട് 6.6 ലക്ഷം വരെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിലെ 3 വേരിയൻറ്റിലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 50,000 രൂപ അതിന് എക്സ്ട്രാ വേണ്ടി വരും. പിന്നെ ഇതിന് CNG മോഡലും ഇതിന് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ ഈ മോഡലിൻ്റെ പല ഭാഗങ്ങളും നോക്കിയാൽ ഹെഡ്ലൈറ്റൊക്കെ നോക്കിയാൽ നമുക്ക് ഹ്യൂണ്ടായുടെ മറ്റു പല വാഹനങ്ങളായിട്ടുള്ള റിസംബ്ലൻസ് കാണാം. ഉദാഹരണത്തിന് ഇയോണായിട്ടും ഗ്രാൻഡ് ഐറ്റൻ ആയിട്ടുള്ള ചില റിസംബ്ലൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതിൽ മെയിനായിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ഈ വലിയൊരു ഗ്രില്ലാണ്. ഇത് കാസ്കേഡിങ് ഗ്രില്ലാണ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വെർണയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഗ്രില്ലാണ്. ഓൾമോസ്റ്റ് ബമ്പർ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ വലിയൊരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ബേസ് മോഡൽ ആയതുകൊണ്ട് ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല. ടോപ്പ് എൻഡ് മോഡലിൽ ഫോഗ് ലാമ്പ് ഈ ഒരു പൊസിഷനായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ലൈറ്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ സൈഡിലായിട്ടൊരു ക്രോമിൻ്റെ ഒരു പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോണറ്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ലൈഡ് ചെയ്ത് വരുന്ന രീതിയിലുള്ളൊരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ബോണറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ക്രീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഹ്യൂണ്ടായുടെ ലോഗോ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയായിട്ട് ഒരു ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ബമ്പറിൽ. അപ്പോൾ ഫ്രണ്ടിൽ ഇത്രയാണ് മെയിനായിട്ട് കാണാനായിട്ടുള്ളത്. സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിലെ ടയർ എന്ന് പറയുന്നത് 155/80 13 ഇഞ്ച് ടയറാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ 14 ഇഞ്ച് ടയർ വരുന്നുണ്ട്. വേരിയൻറ്റിലും അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ സൈഡിലോട്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിന് ഇൻഡിക്കേറ്റർ ഈ വീൽ ആർച്ചിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് മോഡലിലൊക്കെ സൈഡ് മിററിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ടൈൻ ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ബൂമറാങ് ഷേപ്പിലുള്ള ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിൻഡോസൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിൻഡോസൊക്കെയാണ്. വെളിച്ചമൊക്കെ നല്ല രീതിയിൽ ഉള്ളിലോട്ട് കിടക്കും. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പഴയ ടൈപ്പ് ഫുൾ ടൈപ്പ് ഹാൻഡിലല്ല, പഴയ ടൈപ്പ് ഒരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീൽ ആർച്ചിലും ഒരു ബൾജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 160 mm ആണ്. ഇത്രയും കാര്യങ്ങളാണ് സൈഡിൽ നമുക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. അപ്പോൾ ബാക്ക് സൈഡ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ടെയിൽ ലൈറ്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നത് ബ്രേക്ക് ലൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ അതിന് തൊട്ടപ്പുറത്താണ് റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ് വന്നിരിക്കുന്നത്. പിന്നെ സാൻഡ്രോ എന്ന് പറയുന്ന നെയിം കൂടെ കൊടുത്തിട്ടുണ്ട്, ഹ്യൂണ്ടായുടെ ലോഗോ. പിന്നെ ഇതിൽ വേരിയൻറ്റിൻ്റെ പേര് ഇതിലൊരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ടോപ്പ് എൻഡ് മോഡലുകളിൽ മാത്രമാണ് ഈ വേരിയൻറ്റിൻ്റെ നെയിം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മോഡൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്പർ പ്ലേറ്റ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഒരു റെഡ് കളറിൽ റിഫ്ലക്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ലോഗോ ഇരിക്കുന്ന ഈ ഒരു പീസ് അത് കുറച്ച് റൗണ്ട് ഷേപ്പിൽ ഒരു ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 35 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു ഉദ്ദേശം ഡ്രൈവിംഗ് കണ്ടീഷനൊക്കെ അനുസരിച്ച് ഒരു 15-17 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. അപ്പോൾ നല്ല മൈലേജും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാങ്ക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഒരു നല്ലൊരു റേഞ്ച് നമുക്കൊരു ഫുൾ ടാങ്കിൽ കവർ ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ബേ നോക്കാം. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 1.1 ലിറ്റർ 69 PHP പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്സിലൺ എഞ്ചിനാണ്. എപ്സിലൺ എഞ്ചിൻ എന്ന് പറയുന്നത് പണ്ടത്തെ സാൻഡ്രോയിൽ വന്നിരിക്കുന്ന അതേ എഞ്ചിനാണ്, പക്ഷേ ഇത് അവർ റീവർക്ക് ചെയ്തിട്ടാണ് ഈ എഞ്ചിൻ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഹാച്ച് ബാക്കുകളിലൊക്കെ 3 സിലിണ്ടർ എഞ്ചിൻ വരുമ്പോൾ ഇതിലെ എഞ്ചിൻ എന്ന് പറയുന്നത് 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NVH, അതായത് നോയ്സ്, വൈബ്രേഷൻ, ഹാർഷ്നെസ്സും ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ മെയിൻ പാർട്സാണ് ഈ കാണുന്നത്. പിന്നെ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂളൻ്റ്, അതുപോലെ തന്നെ വാഷറിൻ്റെ ഫ്ലൂയിഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് നോയ്സ് വൈബ്രേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ക്ലാഡിങ് ഇല്ലെങ്കിലും നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണിത്. നമ്മളിതിൻ്റെ ഡോറ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡാർക്കായിട്ടുള്ള ബീജും അതുപോലെ തന്നെ അടിയിലത്തെ പീസ് ബ്ലാക്കുമാണ് വരണത്. പിന്നെ നമ്മളിതിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാൻഡിലാണ് വരുന്നത്. ഇതൊരു ബ്ലാക്ക് കളറിനുള്ളിലാണ് ഇതിൻ്റെ ഹാൻഡിൽ വന്നിരിക്കുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോട്ടിൽ ഹോൾഡറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പീക്കറിൻ്റെ ഗ്രില്ല്, പിന്നെ ഹാൻഡിൽ, ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലൊരു മേജറായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ വിൻഡോ സ്വിച്ചസ് ആണ്. അപ്പോൾ പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം സെൻട്രൽ കൺസോളിലാണ് കൊടുത്തിരിക്കുന്നത്, ഡോറിലല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഉള്ളത് മിററിന്. നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് നോക്കാം. അപ്പോൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിൽ ഗോൾഡൻ കളറിലുള്ള ഒരു പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡ്രൈവർ സൈഡിൽ എയർ ബാഗ് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ തൊട്ട് ഡ്രൈവർ സൈഡിൽ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റോഡൊക്കെ കണ്ട് വാഹനം ഓടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സീറ്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. സൈഡ് ബോൾസ്റ്റൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. ഒരു വേരിയൻറ്റിലും ആ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലും ഹെഡ് റെസ്റ്റ് എല്ലാവരും ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. ഇതിൻ്റെ സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് 2 ടോൺ ഫിനിഷാണ് വരുന്നത്. ബ്ലാക്കിൻ്റെയും ഡാർക്ക് കളറിലുള്ള ബീജിൻ്റെയും ഫിനിഷാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ എയർ വെൻറ്റ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊപ്പല്ലർ ടൈപ്പ് ഡിസൈനാണ്. ഇത് നമ്മൾ മെഴ്സഡസ് ബെൻസിലൊക്കെയാണ് ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു വെൻറ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു എയർ വെൻറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഗ്ലൗ ബോക്സിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മൊബൈലൊക്കെ അവിടെ കീപ്പ് ചെയ്യാം. പിന്നെ അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഒരു ഹമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്ലൗ ബോക്സ് ആണ്. കൂളിംഗ് ഫങ്ഷൻസ് ഒന്നും ഇതിലില്ല. പിന്നെ നമ്മൾ ഇവിടേക്ക് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ AC വെൻറ്റിൻ്റെ സെൻട്രൽ കൺസോളിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എലിഫൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഹ്യൂണ്ടായി പറയുന്നത്. ഗോൾഡൻ കളറിലുള്ള ഫിനിഷൊക്കെ എയർ വെൻറ്റിന് ചുറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഐഡൽസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ മീഡിയ സിസ്റ്റംസ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ അതൊന്നുമില്ല. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഹസാർഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ AC ഓൺ ആക്കാനുള്ള സ്വിച്ച്, പിന്നെ AC-യുടെ 3 കൺട്രോൾസ്, പിന്നെ അതിന് താഴെ AC-യുടെ സർക്കുലേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബ് കാണാൻ പറ്റും. പിന്നെ ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ 12 വോൾട്ട് പവർ സോക്കറ്റോ അല്ലെങ്കിൽ USB ചാർജിങ് സോക്കറ്റോ ഒന്നും കൊടുത്തിട്ടില്ല. ടോപ്പ് മോഡലിൽ 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റ് വരുന്ന പൊസിഷനാണ് ഈ കാണുന്നത്. പിന്നെ അതിന് താഴെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം പേഴ്സ് സാധനങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യാം. പിന്നെ അതിന് താഴെയായിട്ടാണ് ഗിയർ വരുന്നത്, ഗിയർ കൺസോൾ വരുന്നത്. ഗിയർ കൺസോളിന് ചുറ്റും ഗോൾഡൻ കളറിലുള്ള ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇത് ഗിയർ ബോക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ കൺസോളിന് തൊട്ട് താഴെ ആയതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് വളരെ പ്രാക്ടിക്കലാണ്. കാരണം സ്റ്റിയറിംഗിൽ നിന്ന് നമുക്ക് കൈയെടുത്ത് തൊട്ട് താഴെയായിട്ട് ഈ ഗിയർ ലിവർ വരുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആണ് ഈ ഗിയർ ലിവർ എന്ന് പറയുന്നത്. പിന്നെ ഗിയർ ലിവറിൻ്റെ താഴെയായിട്ടാണ് പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഡോർ ട്രിമ്മിൽ നിന്ന് മാറ്റിയിട്ട് പവർ വിൻഡോ സ്വിച്ച് ഇവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് 2 പവർ വിൻഡോ ആണ് വരുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് അവിടെ കാണുന്നത്. ടോപ്പ് എൻഡ് മോഡലിൽ വരുമ്പോൾ 4 പവർ വിൻഡോ വരും. അതിൻ്റെ സ്വിച്ച് ഇവിടെ തന്നെ വരും. പിന്നെ അതിന് താഴെയായിട്ടാണ് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കോയിൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് താഴെ വലിയൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ മൊബൈൽ, പേഴ്സൊക്കെ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പാർക്കിംഗ് ബ്രേക്കാണ് ഈ കാണുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് വീണ്ടും ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സെൻട്രൽ കൺസോൾ വരുന്നത്. നമുക്കിതിൻ്റെ സൺവൈസർ നോക്കാം. അപ്പോൾ ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ മിററൊന്നും കൊടുത്തിട്ടില്ല.
ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ സൺവൈസറിലും മിററൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് മാനുവൽ അഡ്ജസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ സെൻറ്ററിലാണ് ക്യാബിൻ ലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലേക്കും പിന്നിലേക്കും ഈക്വലായിട്ട് വെളിച്ചം വരും. നമ്മളിതിൻ്റെ ഡോറ് പിന്നിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡോർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറിയിരിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഡോർ ട്രിമ്മിൽ അതുപോലെ തന്നെ രണ്ട് ഫിനിഷാണ് വരുന്നത്, ബീജും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും. പിന്നെ സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാം. പിന്നെ ഇതിൽ സ്റ്റോറേജ് സ്പേസ് വലിയൊരു 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ ബ്ലാക്ക് കളറിലുള്ളൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മാനുവൽ വൈൻഡേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് വിൻഡോ ചില്ല് പൊന്തിക്കാനും താഴ്ത്താനും പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ വണ്ടിയുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വീതിയുള്ളൊരു സീറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവർ സീറ്റ് മാക്സിമം പിന്നിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തൈ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് സ്പേസ് അത്യാവശ്യം ഹെഡ് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെഡ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോറിലെ ട്രാൻസ്മിഷൻ ഹമ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൻറ്ററിലിരിക്കുന്ന ആൾക്ക് കാലൊക്കെ വെച്ചിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇത് ഗ്രാൻഡ് ഐറ്റൻ്റെ പ്ലാറ്റ്ഫോമിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീൽ ബേസ് ആ സെയിം വീൽ ബേസ് തന്നെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ സ്പേസ് എന്ന് പറയുന്നത് നല്ല സ്പേസ് ഉണ്ട്, നല്ല ക്യാബിൻ സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഒരു വേരിയൻറ്റിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല, എല്ലാം ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് ആണ്. അപ്പോൾ അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല വെളിച്ചമൊക്കെ അടക്കുന്ന വളരെ നല്ലൊരു സ്പേസ് ഉള്ളൊരു ക്യാബിനാണ് ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ബൂട്ട് തുറക്കാനായിട്ട് ഡ്രൈവർ സൈഡിൽ ഒരു ലിവർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ബൂട്ട് തുറക്കാനായിട്ട്. പിന്നെ ടോപ്പ് ആൻഡ് മോഡൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ബൂട്ട് തുറക്കാൻ പറ്റും. പിന്നെ നമ്മളിത് തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ബൂട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 235 ലിറ്ററാണ് കപ്പാസിറ്റി. അപ്പോൾ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അതൊരു അത്യാവശ്യം നല്ല കപ്പാസിറ്റി തന്നെയാണ്. പിന്നെ ഇതിൽ ബേസ് മോഡലായതുകൊണ്ട് പാർസൽ ഷെൽഫൊന്നും വരുന്നില്ല. പിന്നെ നമ്മളിത് പൊന്തിച്ച് നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പിനും അതുപോലെ തന്നെ ടൂൾ കിറ്റൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ മുകളിലോട്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്, ഉള്ളിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൂട്ട് സ്പേസിനെ പറ്റി പറയാനായിട്ടുള്ളത്. സാൻഡ്രോയുടെ ഡ്രൈവബിലിറ്റിയെ പറ്റി പറയുമ്പോൾ മറ്റെല്ലാ ഹ്യൂണ്ടായി കാറുകളെയും പോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കൺട്രോൾസാണ് സാൻഡ്രോയിൽ ഹ്യൂണ്ടായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്, ക്ലച്ച് പെഡൽ വളരെ ലൈറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ലിവറൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ കൺസോളിൽ തന്നെ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഗിയർ ലിവറൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും സിറ്റി ഡ്രൈവിങ്ങിൽ അതല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്ക് ലേഡീസിനൊക്കെ ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നൊരു വാഹനമാണ് സാൻഡ്രോ. പിന്നെ സാൻഡ്രോയുടെ സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ മറ്റ് ഹാച്ച് ബാഗുകൾ വരുന്ന പോലെ തന്നെ മക്ഫേഴ്സൺ സ്ട്രട്ടും അതുപോലെ തന്നെ ടോർഷൻ ബീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയ ഹമ്പുകളും ഗട്ടറുകളൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ സാൻഡ്രോയുടെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ മിക്ക വാഹനങ്ങളിലും 3 സിലിണ്ടർ എഞ്ചിൻ വരുമ്പോൾ സാൻഡ്രോയിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് നല്ല റിഫൈൻമെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പവറും പിക്കപ്പും നല്ല രീതിയിലുണ്ട്. സാൻഡ്രോയുടെ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് ടിയാഗോയും അതുപോലെ തന്നെ മാരുതിയുടെ വാഗണർ, സെലീറിയോ, ഈ 2 വാഹനങ്ങളാണ് മെയിനായിട്ട് സാൻഡ്രോയുടെ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത്. സ്റ്റൈലിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്, അത് ബയേഴ്സിൻ്റെ ഇഷ്ടത്തിനായിട്ട് വിടുന്നു. വാഹനത്തിൻ്റെ ഫിറ്റ്, ഫിനിഷ്, റിഫൈൻമെൻറ്റ്, ഡ്യൂറബിലിറ്റി ഈ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാൻഡ്രോ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് സാൻഡ്രോയുടെ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള മാഗ്നയാണ്. കാരണം സാൻഡ്രോയുടെ ടോപ്പ് എൻഡ് വേരിയൻസ് ഒക്കെ വരുമ്പോൾ അത് ഹ്യൂണ്ടായുടെ തന്നെ അതിന് മുകളിലുള്ള സെഗ്മെൻറ്റിലുള്ള ഗ്രാൻഡ് ഐറ്റനൊക്കെ ആയിട്ട് പ്രൈസിൽ ഓവർലാപ്പ് വരും. അപ്പോൾ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാൻഡ്രോയുടെ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള മാഗ്നയാണ്.